അപ്പോൾ നമ്മളിങ്ങനെ ക്ലോക്ക് ടവറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലോക്ക് ടവർ എത്തി. ഷാക്കിറാണ് ഡ്രൈവർ. ഇൻഷാ അല്ലാ നമ്മളവിടെ എത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഉണ്ടാക്കേണ്ട പ്ലാനിങ് ആണ്. പക്ഷെ അവിടെ എത്തിയിട്ട് നടക്കുമെന്നറിയില്ല. ജസ്റ്റ് നോക്കട്ടെ. നല്ല പുറത്ത് നല്ല ചൂടാണ്, 40 ഡിഗ്രി ചൂടുണ്ട്. അപ്പോൾ സമയം 4 മണിയായി ഏകദേശം. നമ്മളിപ്പോൾ ജസ്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗ്രീൻ ഹൗസ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസിൽ നിന്ന് സാധനമെല്ലാം പർച്ചേസ് ചെയ്ത് എന്താ അറിയുന്നു വാങ്ങിയ ഗ്യാസ് വാങ്ങിനാ? ചെറിയ സിലിണ്ടർ 2-3 വാങ്ങിനാ? എത്ര എണ്ണ? ഒന്നും മതിയോ? എക്സ്ട്രാ സ്റ്റോക്ക് കാണുമ്പോൾ നല്ല സാധനം പോലെ തന്നെ ഉണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യട്ടെ. നിങ്ങളെല്ലാം പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നല്ല ഉപകാരപ്പെടും. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഗ്യാസെല്ലാം വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ യൂസിങ് എല്ലാം എങ്ങനെയാണെന്ന് നമ്മൾ യൂസ് ചെയ്ത ശേഷം നമ്മളോട് പറഞ്ഞുതരാം. ഓക്കെ. ഞങ്ങളിപ്പോൾ റാഷിദ് ലുലുവിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം, ഭക്ഷണത്തിൻ്റെ ഐറ്റംസ്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ നമുക്ക് ലുലുവിലേക്ക് പോകും. നമ്മൾ ചായയിൽ തുടങ്ങിയാണ്. ഇപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് കേക്ക് മേടിച്ചത്. ഇപ്പോൾ ലുലു പോയ സമയത്ത് ഇപ്പോൾ ചായക്കുണ്ട് അവിടെ ഓർഡർ കൊടുത്തിട്ട് ഇപ്പം കൊണ്ടുവരും. പൈനാപ്പിൾ ഫ്ലേവർ കേക്ക്, വൈറ്റ് ഫോറസ്റ്റ്. പക്ഷെ ഞാനൊന്നും തിന്നും കേട്ടോ, ഇവർക്കെല്ലാം പകുതി പകുതിയല്ലോ. ചായ നല്ല ഫ്രഷ് മിൽക്ക് സമാവൊരു ചായ വരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കോയിൻ്റെ ഏതാ? സോറി, സ്പൂണുണ്ട് കേട്ടോ. സ്പൂണുണ്ട്. ആ അപ്പോൾ എൻട്രി നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. നല്ല കിട്ടില്ല സ്ഥലം. നല്ല മുഷ്രിഖ് പാർക്കിലേക്ക് എത്തി. ഇത്രയും പുറത്ത് നല്ല ടെമ്പറേച്ചർ. ഇപ്പോൾ ഇതിൻ്റെയും പുറത്ത് ആദ്യം നല്ല ടെമ്പറേച്ചർ ഉണ്ട്, ഇപ്പം നല്ല തണുപ്പാണ്. അഡ്വഞ്ചർ. ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂടുവെച്ചോളാം. ഞാൻ നിനക്ക് താജ് തോൽക്കണ കൂടുവെച്ചോളാം. എൻ്റെ റൂഹും നിന്റെ ചാരേ ഞാൻ അയച്ചോളാം. എൻ്റെ റൂഹും നിന്റെ ചാരേ ഞാൻ അയച്ചോളാം. മഴച്ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർ കാറ്റു പോലെ ചാരി വന്നോളേ, എൻ്റെ ചാരി വന്നോളേ. ഇവിടുന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. എല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്.
എല്ലാ ആഴ്ചയും വരെ നല്ല രസമല്ല. എല്ലാ ആഴ്ചയും വന്നിട്ട് പറ്റിയൊരു സ്ഥലം അടുത്തുമാണ്. അടിപൊളി സ്ഥലം. കളിച്ചിട്ട് പോവുക. കളിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാണ്ട് സ്പെഷ്യൽ ഫുഡില്ലെങ്കിലും കളിച്ചിട്ട് പോകും. നീ നല്ല സ്ഥലം നോക്ക് പല്ലോ. ഗ്യാസ് മുതലാക്കണം. നമ്മള് കുറച്ച് മുമ്പേ തന്നെ ഇവിടെ എല്ലാം വരണ്ടേ അല്ലേ? 10 വർഷമായി ഇവിടെ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പാർക്കില് നമ്മൾ എൻട്രി ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഈ ഏരിയയിൽ മാത്രം ഒരു പ്രത്യേക ഒരു മഴയും അത് മറ്റേ തണുപ്പിന് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ലല്ലോ. തിരിച്ചു പോയില്ലേ ഇതാ പോകുന്ന പോലെ ഉണ്ടല്ലേ നമ്മളെ ദുബൈയിലാണോ അതോ നാട്ടിലാണോ? അത്രക്കും നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. നല്ല ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലൂടെ പോകുന്ന പോലെ തന്നെ ദുബൈയിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും വരണം. കാരണം വെച്ചാൽ അത്രക്കും നല്ലൊരു ഫീലിങ്സ് ആണ് ഈ ഏരിയയിൽ നമ്മൾ വന്ന സമയത്ത്. ഇനിയിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇനിയിപ്പം ബാക്കിയുള്ള ഇതെല്ലാം ഇത് കംപ്ലീറ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കാണണ്ടെങ്കിൽ തന്നെ കുറച്ച് ഒരു ടൈം എടുക്കും. അത്രയും വലിയൊരു ഏരിയ ഉണ്ട്. ഇത് എല്ലാ ഏരിയാസിലും പ്രത്യേകം ഇതായിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാ പ്ലേ ഏരിയാസ് ഉണ്ട്. ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സെക്ഷൻസ് വേറെ ഉണ്ട്. എല്ലാ ഏരിയാസും അതിന് കണക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര സ്ഥലങ്ങളുണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ഏരിയ സൈക്കിളാടാ. സൈക്കിളാ നടന്നിട്ട് പോണോ? നീ ഒന്ന് റൗണ്ട് അടി കൊറേ ഉണ്ടാവും. എല്ലാം ഇതിലൂട്ട് നടക്കാൻ വേണ്ടിക്കല്ലേ നമുക്ക് ഒരു വീഡിയോ ചെയ്യും. സെറ്റ് സംഭവം അല്ലേ? അന്ന് നമ്മള് ഇങ്ങനെ കാണാത്തോണ്ടാ. മഴയത്ത് ഇങ്ങനെ ഫുള്ള് കറങ്ങി ഫുള്ള് കാണിച്ചെടുത്ത്. അല്ല നമ്മളെ മനസ്സിൽ അന്ന് സ്വിമ്മിങ് ഇറങ്ങി. കാരണം ഇത് ഇവിടെ വരുമ്പോ ഇങ്ങനെ ഒന്നെങ്കിൽ കുറെ ഫാമിലി എല്ലാം വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കണം. നമ്മള് രണ്ടാൾ മാത്രം എന്ത് ഉണ്ടാക്കാനോ? അന്ന് നമ്മള് നല്ല ഇതായിരുന്നു. നമ്മള് അന്ന് മംസാറില് കൂട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് ഫാമിലീസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ഫാമിലീസിനും കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു എന്റർടൈൻ ചെയ്യാൻ പറ്റൊരു ഒരു ഫാമിലിക്ക് സെപ്പറേറ്റ് ടൈം സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട് ഇവിടെ. മാത്രല്ല ഒരു ഏരിയയില് ഫുഡ് പ്രിപ്പയർ വലിയ സ്ഥലം പ്രത്യേകിച്ചുള്ള ഒരു ഇതുണ്ട്. കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അഡ്വഞ്ചർ ഗെയിംസ് ഉണ്ട്, പ്ലേ ഏരിയാസ് ഉണ്ട്. ഈ കൊറോണന്റെ ഈ സമയത്ത് സ്വിമ്മിംഗ് പൂൾ ഓപ്പൺ ആയി. പക്ഷെ അരമണിക്കൂറാന്ന് തോന്നുന്നു ഒരാൾക്ക് അലൗഡ്. ഒരാൾക്കല്ല, ഒരു ബാച്ച്. മാസ്ക് നിർബന്ധമാണ്. വിത്തൗട്ട് മാസ്ക് പെർമിഷന് 3000 ദിർഹംസ് ഫൈൻ ഉണ്ട്. നമ്മളിതാ മുഷരിഫ് പാർക്കിലെ ഫുഡ് ഉണ്ടാക്കേണ്ട ഏരിയയിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സേഫ്റ്റി ആയിട്ടാ, ആംബുലൻസും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഓൾറെഡി ഉണ്ട്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല ഫുഡെല്ലാം ഉണ്ടാക്കാൻ നല്ല ഏരിയാസ് ഉണ്ട്. ചൂട് കുറവാണ്. നമുക്ക് പറ്റിയ ഒരു നല്ല ഏരിയയിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകും. ഫുള്ള് വെയിറ്റ് ഞാനാ താങ്ങുന്നു കേട്ടാ. ഇതെല്ലാം കണ്ട ഒരു സാധനമില്ല. ഇത് എന്നാ അത് പ്ലേറ്റും കാര്യം പൊന്തിച്ച് കിടക്കുന്നത്. പ്രവാസി ജീവിതത്തിൽ ഇതെല്ലാം ഒരു നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളുണ്ട്. എല്ലാവരും വീക്കിലി ഒരു ഫ്രൈഡേ എൻജോയ് ചെയ്യുക. ദേരയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-16 കിലോമീറ്റർ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലായിട്ടേ ഉള്ളൂ. ശരിക്കും ഒരു ഫ്രൈഡേ ഒരു വീക്കിലി ഒരു ദിവസമെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഒരു ഫുൾ ഡേ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനും. അതെ, നമ്മൾ ഹോട്ടലിൽ പോയി മന്തിയെല്ലാം അടിച്ച് 100-300 ദിർഹംസ് ചെലവാക്കുന്ന വയനാട് തോൽപ്പെട്ടി കാടെല്ലാം പോലെ അടിപൊളി. സൂപ്പർ മാർക്കറ്റിൽ പോയി ഫിഷോ ഇറച്ചി എന്തെങ്കിലും വാങ്ങുക. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ സാധാരണ ഉള്ള ഒരു എന്റർടൈൻമെന്റ് പോലെ അല്ല. ഫസ്റ്റ് ഹോട്ടലിൽ പോയി മന്തിയും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് അതിനും നല്ലത് ഇവിടുന്ന് ഉണ്ടാക്കി 300 ദിർഹംസ് ബില്ലാവും. അതിനും നല്ലത് ഇങ്ങനെയുള്ള ഒരു എൻജോയ്മെന്റ് ആണെന്ന് തോന്നുന്നത്. ഇത് കുഞ്ഞു വാങ്ങിയ ഗ്യാസാണ്. സ്റ്റൗ 30 ദിർഹംസ് ഉള്ള സ്റ്റൗ.
ഇവിടെ ഇതുപോലൊരു അറേഞ്ച്മെന്റ്സ് ഉണ്ട്, ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, നല്ല റൂഫിൽ നല്ല ലൈറ്റ് വരുന്നുണ്ട്. ബാർബിക്യൂ ടേബിൾ ഉണ്ട്, ബാർബിക്യൂ ചെയ്യാം, ഫുഡ് ഉണ്ടാക്കാം. ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത സ്ഥലം. നിങ്ങൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു മജ്ലിസ് പോലെ ഫുഡ് കഴിക്കാം. കുറച്ച് സൗണ്ട് അതിനുണ്ട് സെറ്റ് ചെയ്യുകയാണ്. മനാഫും ടീമും എല്ലാം സെറ്റ് ചെയ്യുകയാണ്. മനാഫ് ഇടുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു സ്ലോട്ടിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ പുഷ് ചെയ്യാം. പുഷ് ചെയ്ത് ഇവിടെ ഒരു ലോക്കാവും. ലോക്കായതിനു ശേഷം ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവിടെ ലോക്ക് ചെയ്യണ്ടേ? ഇവിടെ ഒരു ലോക്ക് ബട്ടൺ ഉണ്ട്. ഇത് പുഷ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ ലോക്കാവും. ഇതിന്റെ ഒരു നമുക്ക് എത്ര സമയം ഭക്ഷണം വെക്കാൻ പറ്റും, അതിന്റെ ഗ്യാസ് എത്ര ഇതിന് കപ്പാസിറ്റി ഉണ്ടെന്നല്ല നമുക്ക് ഇനിയിപ്പം ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റുക. നമ്മളൊരു 4 കുപ്പി മേടിച്ചില്ല. അപ്പൊ അത് നമ്മൾ പറഞ്ഞിരുന്നതാണ് ലാസ്റ്റ്. എത്ര ഒരു സിലിണ്ടറിൽ എത്ര ടോട്ടൽ 6 സിലിണ്ടർ വാങ്ങിയിട്ടുണ്ട്. ചെറുത് എത്ര ഉപയോഗിക്കാൻ പറ്റും, മിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഇതിന്റെ ശേഷം ഇതേപോലത്തെ സിലിണ്ടറാണ് മേടിച്ചത്. അപ്പോൾ ഒരു 5-6 ബോട്ടിൽ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് എത്ര ഉപയോഗിക്കാമെന്ന് നമുക്ക് ഈ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിയും. നോർമൽ ഗ്യാസിൽ ഇത് യൂസ് ചെയ്യാം. സംഭവം അത് നമുക്ക് വീട്ടിലും യൂസ് ചെയ്യാം. പൈപ്പ് ഉണ്ടെങ്കിൽ വീട്ടിലും യൂസ് ചെയ്യാം. ഇവിടെ കണക്ഷൻ കൊടുത്താൽ മതി. മാരിനേറ്റ് ചെയ്യാം. ഇവിടെ കണക്ഷൻ കൊടുത്താൽ മതി, വീട്ടിലും യൂസ് ചെയ്യാം. അതിനാ ടൈം കൊണ്ട് നല്ല പടക്കുന്ന ആകോലി നല്ല ഇപ്പൊ അതുപോലെ ഉണ്ട് കാണുമ്പോ പെടക്കുന്നുണ്ടാ. പെടക്കുന്ന മീന് മനാഫ് ഇടുമ്പോ ഫിഷ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ലുലുവിലെ യൂസഫ് അലി ഖാന്റെ യൂസൂക്ക് നമ്മുടെ നാട്ടിലെ സംജീർ ഉണ്ടല്ലോ, പൂക്കോട് ഫിഷ് സ്റ്റാളിൽ, അവന് ഫ്രഷ് മീനാ തരും. നമ്മൾ ഫുൾ ആഗോലി വെച്ചിട്ട് ഒരു ഫിഷ് ബിരിയാണിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കുറച്ച് മുളക് പൊടി. നമ്മൾ കൂടുതൽ പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. മുളക് പൊടി കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. മുളക് പൊടി കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത് കുറച്ച് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം. നമ്മളിവിടെ മിക്സി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇതിനെ കൊണ്ട് കുത്തി ചതച്ചതാണിത്. കുറച്ച് മല്ലിപ്പൊടി, മല്ലിച്ചപ്പട, മല്ലിച്ചപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പെപ്പർ കുറച്ച് കൂടുതലിടണം. പെപ്പറാണ് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാം നമുക്ക്. കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ റൂമിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. റൂമിൽ നിന്ന് തന്നെ പൊടിച്ചതാണ് ഗരം മസാലപ്പൊടി. കുറച്ച് മല്ലിപ്പൊടിയും, മല്ലിപ്പൊടി കുറച്ച് മതി. കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ്. കുറച്ച് ലെമണും കൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കാം. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇത് നമ്മൾ പുതുതായിട്ടൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയെല്ലാം മിക്സ് ആക്കിയിട്ടാണ് ഫിഷ് മാരിനേറ്റ് ചെയ്യൽ. ഇതൊരു ഫുൾ ആഗോലി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ പുറത്ത് വന്നിട്ട്. ഒരു ഫ്രൈഡേ ഉള്ളൊരു എൻ്റർടൈൻമെൻ്റാണ് സംഭവം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടൊന്ന് സാധാരണ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത്രയും ഐറ്റംസ് ഒന്നും വേണ്ട ശരിക്ക്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ഉപ്പ്. നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് മസാലേൻ്റെ മിക്സ് ആക്കുമ്പോൾ. മഞ്ഞൾ എല്ലാം
ആദ്യം നമുക്ക് മീൻ പൊരിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളെ പാന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മറിച്ചിടാം. ഒരു ഭാഗം വെന്ത് തോന്നുന്നുണ്ട്. പൊട്ടിപ്പോവാണ്ട് മെല്ലെ ഇങ്ങനെ തിരിച്ചിടണം. ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മണിയറയിൽ പുതുമാരൻ മണവാട്ടി പെണ്ണിന് ഉമ്മറിന്റെ സ്റ്റെപ്പ് അടി റിനു, ഉമ്മറിന്റെ സ്റ്റെപ്പ്, ഉമ്മറിന്റെ സ്റ്റെപ്പ്, എന്തൊരാഘാതം ഉമ്മറിന്റെ സ്റ്റെപ്പ് അതന്നെ. ആ എന്തൊരാവേശം എന്തൊരാഘാതം ആഷിക് ബനെ ഉറുമാലിട്ട് റിഫാക്ക ഇനി മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മളെ അസീലാണ് ഇത്, വെജിറ്റബിൾ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളി, മസാലക്ക് വേണ്ട ഉള്ളി ഇട്ടു. ഉള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അടിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിനി പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം സെറ്റായിട്ട് നല്ല സ്മെല്ലുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ പെപ്പർ ആവശ്യം എരിവ് കൂടുതലുള്ളതൊക്കെ നല്ല കൊടുക്കാം. പെപ്പറിൻ്റെ ടേസ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പെപ്പർ നല്ലോണം നല്ല എരിവുണ്ടാവും. കുറച്ച് ഫിഷ് മസാല, ബിരിയാണി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ലെമൺ ജ്യൂസ് കൂടി കൊടുക്കാം. മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മീൻ പൊടിച്ച ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും. കുറച്ച് ഓയിലാകുമ്പോൾ മീനിൻ്റെ നല്ല മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്.
തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. നല്ല മസാലയെല്ലാം നല്ല സെറ്റായി. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മീൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ മീനിലേക്ക് ഇട്ടിട്ട് കുറച്ച് മസാല എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലി പുതിന ഇത് നമ്മൾ കുറച്ച് മല്ലി പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല എല്ലാം ആയി. ഇനി ഇത് ഒന്ന് മൂടി വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി വെക്കാം. നമുക്ക് ചോറ് ഉണ്ടാക്കാം ബിരിയാണിൻ്റെ. പിന്നെ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. ആദ്യം നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് മസാലയിൽ പൊരിച്ച ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. പിന്നെ ചോറിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഉള്ളി വേണം. ആദ്യം കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം. നമ്മളിനി ചോറുണ്ടാക്കാൻ പോവാണ്. അതിന് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. നമ്മള് ഇതെന്നാ മാപ്പി പറയാം ഈ ചപ്പിന്? ലീഫ് ഗ്രീൻ പിന്നെ ബേ ലീഫ് ഇടാം. പിന്നെ കറുപ്പ, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. 4 ഗ്ലാസ്സാണ് നമ്മൾ അരിയിട്ടത്. അതിന് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ചോറിൽ കുറച്ച് ഈ വെള്ളത്തിൽ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യണം. അരി ചോറുണ്ടാക്കാനുള്ള അരി എടുക്കുന്നതാണ്. നമ്മുടെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മൊന്ന് പൊട്ടിക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും. നല്ല സ്മെല്ല്, നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല സ്മെല്ല് ഇപ്പൊ തന്നെ വരുന്നുണ്ട്. അല്ല നമ്മള് മംസാർ പാർക്കിൽ
ബീച്ചിലെത്തിയിട്ടാണുള്ളത്. മംസാർ ബീച്ചിൽ മുഷറഫ് പാർക്കിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ടൈം കഴിഞ്ഞു പോയി. 10:30 വരെയായിരുന്നു ടൈം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ടേബിൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് പാർക്കിൻ്റെ അടുത്ത്. നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ചിലപ്പോൾ തിരിയൂല, അത്രക്കും നല്ല വിശപ്പുണ്ട്, നല്ല ക്ലൈമറ്റും അത്ര വലിയ പോലെ ചൂടുണ്ട്, എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ കാണാനും. നല്ല ബീച്ചാണ്, ബീച്ച് ഏരിയ ബീച്ചാണ്, നമുക്ക് നല്ലൊരു രസമാണ് ഇവിടുന്ന് നമ്മൾ കഴിക്കുക. ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭക്ഷണത്തിലേക്ക് കിടക്കാം. ഈ ചങ്ങായിൻ്റെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇനി ഇത് ഇന്നത്തെ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് നമ്മൾ ആഗോലി എടുത്തിട്ട് നോക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നല്ല പൊട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് ഓക്കെ, നമ്മൾ കഴിക്കാൻ പോന്നാ. ചാക്കോ എങ്ങനെയുണ്ട്? ഒരു അടിപൊളി മീൻ നോക്ക്, മസാല അടിപൊളി. മീൻ കൂട്ടിയിട്ട് കഴിക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കാണാൻ, അടിപൊളിയാണ്. അടിപൊളി. കൊണ്ടുപോയി ജനങ്ങൾ ഏറ്റെടുത്തതാണ്. ഫിഷിൻ്റെ മസാല സ്പെഷ്യൽ മസാല ഇത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ പേരാ. ഓക്കെ, ഫുഡ് കഴിച്ച് ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, ഓക്കെ, ബൈ.